എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഭീകരമായി താഴ്ന്നു പോയ NH-66 മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഒന്ന് കാണാൻ വന്നപ്പോൾ അവിടെ നല്ല ആൾക്കൂട്ടം, നാട്ടുകാരുണ്ട്, പോലീസുകാരുണ്ട്, വാർത്താ ചാനലുകളുണ്ട്, NH-66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. ഒരു വന്നേക്കുന്ന സർവീസ് റോഡാണ് ഈ ഭീകരമായിട്ട് വിണ്ട് കീറി നിൽക്കുന്നത്. അതായത് ഈ ഒരു പാടം റോഡ് വരെ ഇതേ ലെവലായിരുന്നു. ഇപ്പോൾ കണ്ട അവിടെ കുറച്ച് ഭാഗങ്ങൾ പൊങ്ങി കിടക്കുന്നത്, ആ പൊങ്ങിയതാണ് NH-66ന്റെ നടുഭാഗം താഴ്ന്നത്. അതായത് അവിടെ താഴ്ന്നപ്പോൾ ഇവിടെ പൊങ്ങിയതാണോ, ഇവിടെ പൊങ്ങിയപ്പോൾ അവിടെ താഴ്ന്നതാണോ? ഇതാണ് ആ താഴ്ന്ന ഭാഗം, അതായത് NH-66ന്റെ നടുഭാഗം. ഏതാണ്ട് ഒരു 2-3 ആളുകളുടെ ഹൈറ്റിൽ ഇത് താഴ്ചയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ സർവീസ് റോഡിലല്ല നിൽക്കുന്നത്, NH-66 താഴ്ന്ന ഭാഗത്താണ്. കൂരിയാട് ദേശീയപാത അന്ന് പൊളിഞ്ഞു വീഴുന്ന ആ ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആകെ പൊടി പാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ കുടുങ്ങിയിട്ടുള്ള ആ വാഹനത്തിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങി രക്ഷപ്പെടുന്നതും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഈ ഒരു സംഭവത്തിൽ യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. സർവീസ് റോഡിലെ ഒരുപാട് ഭാഗത്ത് ഇതുപോലെ വിള്ളൽ കാണാൻ പറ്റി. മെയിനായിട്ട് പൊളിഞ്ഞു വീണ സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല. പേടിയോണ്ടാണ്, ജീവന പേടിയോണ്ടാണ്, വേറെ ഒന്നുമല്ല. കാരണം എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഓക്കെ ആണ് എന്ന് നമ്മൾ വിചാരിച്ച സ്ഥലമാണ് ഇതുപോലെ സംഭവിച്ചത്. അപ്പോൾ പിന്നെ ഇതുപോലൊക്കെ സംഭവിച്ചതിന് ശേഷം ആ വിള്ളലൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ധൈര്യക്കുറവ്. ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും? ക്രെഡിറ്റ് എടുക്കാൻ വന്നവർക്കൊന്നും ഇത് സംഭവിച്ചപ്പോൾ മിണ്ടാട്ടമില്ല. NH-66 അനാഥാലയത്തിലേക്ക് എന്നുള്ള ചർച്ചകളും ട്രോളുകളുമാണ് സോഷ്യൽ മീഡിയയിൽ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുകൊണ്ട് പ്രയാസപ്പെടുന്നത് സാധാരണക്കാരാണ്, നാട്ടുകാരാണ്. ഇവിടുത്തെ നിർമ്മാണ രീതി ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്നത്. ഈ കട്ടകൾക്ക് വന്നിട്ടുള്ള വിള്ളലുകൾ വെറും ഗ്രൗട്ട് ഉപയോഗിച്ച് ഒപ്പിച്ചു എന്നൊരു ആരോപണം വേറെ ഉണ്ട്. മലപ്പുറത്ത് ഒപായം കൊണ്ട് ഓട്ടടക്കുക എന്ന് പറയും. അതിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. മണ്ണൊക്കെ പോയപ്പോൾ ഈ കട്ട ഇങ്ങനെ ഒറ്റക്ക് നിൽക്കാട്ടോ, മേലെ താഴെ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രശ്നം മണ്ണാണോ, നിർമ്മാണ രീതിയാണോ, കാലാവസ്ഥയാണോ എന്നുള്ളതും എത്രയും പെട്ടെന്ന് ഈ നാടിനും മണ്ണിനും കാലാവസ്ഥക്കും അനുയോജ്യമായ രീതിയിൽ ഇനിയൊരു അപകട സാധ്യത ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് നമ്മുടെ ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് പണി തീർത്ത് സഞ്ചാരയോഗ്യമാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. റോഡിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്ന ആവേശ കമ്മിറ്റിക്കാർ ഇതിലും ആവേശം കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ഒരു ടീമായി സഞ്ചരിച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ്. ഇതിന്റെ പ്രവൃത്തി, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. ഈ പട്ടണത്തിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. മെസോപ്പൊട്ടോമിയയിലെ മരിച്ചീനി പിഴുതുകഴിഞ്ഞ വയലുകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമാണ്